ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. എല്ലാ പ്രിയ ശ്രോതാക്കളെയും ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 104-ാമത്തെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നാം അധ്യായം 10-ലൂടെയുള്ള ആത്മീയ യാത്ര ഇന്നും തുടരുകയാണ്. 1-ാം വാക്യം അങ്ങയ്ക്ക് വേണ്ടി ഞാൻ വായിച്ചു കേൾപ്പിക്കാം, ശ്രദ്ധിച്ചാലും. അപ്പോൾ ശമൂവേൽ തൈലപാത്രം എടുത്ത് ശൗലിൻ്റെ തലയിൽ ഒഴിച്ച് അവനെ ചുംബിച്ച് പറഞ്ഞത്, യഹോവ തൻ്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്ന വാക്കോടുകൂടെയാണ് 1-ാം വാക്യം 10-ാം അധ്യായം ആരംഭിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അത് 9-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് വരേണ്ടത്. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ശമൂവേൽ ശൗലിനോട് പറയുകയാണ്, ഞാൻ നിന്നോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്ക. ഞാൻ നിന്നോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് അല്പം നിൽക്ക എന്നുള്ളതാണ് 9-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് കാണുന്നത്. അപ്പോൾ നാം എന്താ മനസ്സിലാക്കേണ്ടത്? ശമൂവേലിൻ്റെ ഈ ആഹ്വാനം, ദൈവത്തിൻ്റെ അരുളപ്പാട് ശൗലിനോട് അറിയിക്കട്ടെ എന്നുള്ള ദൈവാത്മാവിൻ്റെ ആഹ്വാനം ശമൂവേൽ പ്രവാചകനിലൂടെ മുഴങ്ങിയപ്പോൾ അത് കേട്ടനുസരിപ്പാൻ ശൗൽ തയ്യാറായി. അങ്ങനെ ശൗൽ ദൈവശബ്ദം കേൾക്കേണ്ടതിന്, ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കേണ്ടതിന് തൻ്റെ ഹൃദയത്തെ ചായ്ച്ചപ്പോൾ, അത് കേട്ട് അനുസരിച്ചപ്പോൾ, ദൈവത്തിന് കാതു കൊടുത്തപ്പോൾ സംഭവിച്ചതാണ് 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ കാണുന്നത്. അത് ഞാൻ ആവർത്തിക്കാം. അപ്പോൾ ശമൂവേൽ തൈലപാത്രം എടുത്ത് അവൻ്റെ തലയിൽ ഒഴിച്ച് അവനെ ചുംബിച്ചു പറഞ്ഞത്, യഹോവ തൻ്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, അനുസരിപ്പാൻ തയ്യാറായപ്പോൾ, ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കുവാൻ ഹൃദയമൊരുക്കിയപ്പോൾ, നിൽക്കുവാൻ അവൻ മനസ്സ് വച്ചപ്പോൾ, അവൻ ദൈവശബ്ദത്തിന് അനുസരണം കാണിച്ചപ്പോൾ, ദൈവത്തിൻ്റെ പ്രവാചകനിലൂടെ ദൈവം അവനെ ഇസ്രയേലിന് പ്രഭുവായിട്ട് അഭിഷേകം ചെയ്ത് രാജാവിൻ്റെ ശുശ്രൂഷയിലേക്ക് അവനെ കൊണ്ടുവരുന്ന അനുഗ്രഹീതമായ ചിത്രമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മെ വിവിധമായ ശുശ്രൂഷകൾ ഏൽപ്പിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടുന്ന പ്രാഥമികമായൊരു വസ്തുത, ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കുവാൻ, ദൈവവചനത്തിന് മുൻപാകെ ഇരുപ്പാൻ, ദൈവശബ്ദം കേൾക്കുവാൻ, അനുസരിപ്പാൻ നാം ഹൃദയത്തെ ചായ്ക്കണം എന്നുള്ളതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ ചിന്തിക്കുന്നൊരു വസ്തുതയുണ്ടാകും, ദൈവം എന്തുകൊണ്ടാണ് എന്നെ അങ്ങനെ ഉപയോഗിക്കാത്തത്? അതിനുള്ള ഉത്തരമാണ് നാം ഇവിടെ കാണുന്നത്. അത് മറ്റൊന്നല്ല, നാം ഓർത്തതുപോലെ ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾപ്പാൻ നിനക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ലോകത്തിൻ്റെ അനേക കാര്യങ്ങൾക്കുള്ളിലേക്ക് ഞാനും നിങ്ങളും സമയം വേർതിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ മനസ്സ് നാം ഒരുക്കാതെ ഇരിക്കുമ്പോൾ, ദൈവം അവിടുത്തെ ശുശ്രൂഷകൾ നമ്മെ ഏൽപ്പിക്കുവാൻ തയ്യാറാവുകയില്ല. എന്നാൽ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും, ജീവിതത്തിൻ്റെ ഏത് തിരക്കിൻ്റെ മധ്യയിലും, കർത്താവേ, അവിടുത്തെ അരുളപ്പാട് കേൾപ്പാൻ എനിക്ക് സമയമുണ്ട്, ഞാൻ നിൽക്കുവാൻ മനസ്സുള്ളവനാണ്, എന്നോട് ഇടപെടണം എന്ന് ആര് പ്രാർത്ഥിക്കുന്നുവോ ആ വ്യക്തിയെ ശുശ്രൂഷ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ കർത്താവിന് മനസ്സുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ കർത്താവ് ഇത് തന്നെയാണ് അവിടുത്തെ ശിഷ്യന്മാരോടും പറഞ്ഞത്. മർക്കോസിൻ്റെ സുവിശേഷം
3-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു. യേശു കർത്താവ് ചെയ്ത കാര്യമാണ്. കർത്താവ് തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും 12 നിയമിച്ചു. നമ്മുടെ കർത്താവ് 12 പേരെ തൻ്റെ ശിഷ്യന്മാരാക്കി വിളിക്കുമ്പോൾ, അവരുടെ ശുശ്രൂഷ ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ കർത്താവ് ആദ്യം അവരോട് പറഞ്ഞതെന്താ? അവർ കർത്താവിനോട് കൂടെ ഇരിക്കണം. കർത്താവിനോട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ശബ്ദം കേൾക്കണം. കർത്താവിൻ്റെ വാക്കുകളെ അനുസരിപ്പാനായിട്ട് അവർ ഹൃദയമൊരുക്കണം. പ്രിയപ്പെട്ടവരെ, അതായിരുന്നു ശിഷ്യന്മാരുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് നിദാനമായി തീർന്നത്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ കർത്താവ് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഈ മനുഷ്യരെ അവരുടെ വേലയ്ക്ക് വേർതിരിക്കുമ്പോൾ കർത്താവ് ആദ്യം അവരോട് പറഞ്ഞത്, 12 പേരായ നിങ്ങൾ ആദ്യം എന്നോട് കൂടെ ഇരിക്കണം. നിങ്ങൾ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയാൽ, ലോകത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ മനസ്സുവെച്ചാൽ, ലോകത്തിൻ്റെ ആശയങ്ങൾക്ക് കാതുകൊടുത്താൽ നിങ്ങൾക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ശുശ്രൂഷ ജീവിതം ഉണ്ടാകുകയില്ല. ഇന്ന് അനേകരുടെ പ്രശ്നം എവിടെയാണ്? എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ ദൈവ പൈതലിനോടും ഞാൻ ചോദിക്കട്ടെ, ഓരോ ശുശ്രൂഷകന്മാരോടും ചോദിക്കട്ടെ, എന്താ ജീവിതത്തിൽ ശുശ്രൂഷയിൽ തൃപ്തി വരാത്തത്? അതിന് ഏറ്റവും വലിയ ഉത്തരമെന്ന് പറയുന്നത്, കർത്താവിൻ്റെ ശബ്ദം കേൾപ്പാൻ അങ്ങയ്ക്ക് മനസ്സില്ല, അങ്ങയ്ക്കതിന് താല്പര്യമില്ല. അതുമല്ലെങ്കിൽ ലോകത്തിൻ്റെ കാര്യം കഴിഞ്ഞിട്ടുള്ള സമയം കർത്താവിൻ്റെ പാദത്തിൽ ഇരിക്കാം എന്ന് ചിന്തിക്കുമ്പോൾ അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്, അതല്ല കർത്താവിൻ്റെ കൽപ്പന. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവർക്കാണ് തുടർന്നുള്ള അനുഗ്രഹങ്ങളുള്ളത്. അങ്ങയുടെ വീട്ടുകാര്യം കഴിഞ്ഞിട്ട്, അങ്ങയുടെ നാട്ടുകാര്യം കഴിഞ്ഞിട്ട്, അങ്ങയുടെ പലതരത്തിലുള്ള ലോകത്തിൻ്റെ പ്രയാസങ്ങൾ കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ കർത്താവിൻ്റെ ശബ്ദം കേൾക്കാം എന്നാണെങ്കിൽ അതുതന്നെയാണ് അങ്ങയുടെ പരാജയം. എന്നാൽ ബാക്കിയെല്ലാം മാറ്റിവെച്ച് ആദ്യം കർത്താവിന് വേണ്ടി ഹൃദയമൊരുക്കി കർത്താവിന് മുമ്പാകെ ഇരുപ്പാൻ സമയം വേർതിരിക്കുമ്പോൾ അങ്ങ് ചിന്തിക്കാത്ത തരത്തിൽ മറ്റ് കാര്യങ്ങളെ കർത്താവ് ക്രമീകരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഞാനിങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, ഇവിടെ ഇതാ ശൗലിൻ്റെ മേൽ അഭിഷേക തൈലം ഒഴിച്ച് അവനെ ചുംബിച്ച് ദൈവജനത്തിൻ്റെ പ്രഭുവായി രാജശുശ്രൂഷയിലേക്ക് അവനെ കൊണ്ടുവരുമ്പോൾ അതിനു മുൻപ് അവന് ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾപ്പാൻ മനസ്സുണ്ടായിരുന്നു, സമയമുണ്ടായിരുന്നു. കർത്താവ് വിളിക്കുക, ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾപ്പാൻ നീ അല്പം നിൽക്കാം, അത് നിനക്ക് സാധിക്കട്ടെ. അങ്ങനെയുള്ളവരെ ശുശ്രൂഷകൾ ഏൽപ്പിക്കുന്ന ദൈവം. ഈ വലിയ ചിന്ത അങ്ങയുടെ ജീവിതത്തിൽ പരിവർത്തനത്തിൻ്റെ വിത്തുപാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോരുത്തരോടും പറയട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണം. ദൈവത്തിൻ്റെ ശബ്ദത്തിൽ ആദ്യം അടങ്ങിയിരിക്കുന്നത് താൻ അയച്ച ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുക എന്നുള്ളതാ. പാപമോചനം യേശുക്രിസ്തു മുഖാന്തരമേ ഉള്ളൂ. ക്രിസ്തുവിൻ്റെ കാൽവറിയുടെ ക്രൂശിലേക്ക് നോക്കി അങ്ങയുടെ ജീവിതത്തിൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവ പൈതലായി തീരുവാൻ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് അങ്ങയെ ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം അങ്ങയെ സഹായിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.